ഞങ്ങളുടെ അച്ഛൻ മരിക്കുമ്പോഴേ ഈ അച്ചുമാമൻ സർവീസിലുണ്ട്. അച്ചുമാമനാണ് അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം, ഈ മരിപ്പ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ കുറേ പേപ്പർ വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തത്. പിന്നെ അമ്മയുടെ വിധവാ പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തത് ഇതെല്ലാം അച്ചുമാമനായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ആ സമയത്ത് കനകന് സാറാവണമെന്ന് പറഞ്ഞ് നടക്കുകയാണേ കോളേജില്. അപ്പൊ ഈ അച്ചുമാവനാണ് പിടിച്ച പിടിയാലെ വിളിച്ചോണ്ട് പോയി അവനെ പരീക്ഷയൊക്കെ എഴുതിച്ച് സാറ് ഇതേപോലെ പോലീസ് സ്റ്റേഷനിലാക്കിയത്. അപ്പൊ അത്രയും ബന്ധാണ് നമുക്ക്. ആ മാമന്റെ ഇളയ മോനാണ് ഈ കൊച്ചീന്ദ്രൻ. ആ ചക്കന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇപ്പോഴും? അവിടെ അച്ചുമാമ മരിച്ചുപോയി, 5-6 കൊല്ലായി. ഇപ്പൊ അമ്മായി ഉണ്ട്, പിന്നെ ഒരു മോളുണ്ട്, എന്റെ ചേച്ചി. അപ്പൊ അമ്മായി അവളുടെ അടുത്താ, മോളുടെ അടുത്താ. ആ പെങ്കൊച്ചാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒറ്റ വാശി ഇന്ദ്രന്റെ കൂടെ പോവുള്ളൂ. എന്നിട്ട് പിന്നെ പോയി കല്യാണം കഴിച്ചതോ അമ്പലത്തിൽ പോയി. ചേച്ചി ഒന്ന് കാണണം ചേച്ചി. ആ അമ്മ ഇരുന്ന് എന്തോ ഒരു കരച്ചിലാണ്. എന്റെ മോള് തിരിച്ചു വന്നോന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. തന്തയും തള്ളയും കളഞ്ഞിട്ട് ഇപ്പൊ ഒറ്റ പോക്കായല്ല. നീ അങ്ങനെ പോയതല്ലേടി? മോനാണോ? ചെല്ല്, മോൻ കൊറേ നേരമായിട്ട് നിന്ന് വിഷമിക്കുന്നല്ല. പൊക്കോ പോട്ടാ പിന്നെ. ആ എന്നാ ശരി. പിന്നെ ഇത് നോക്കിയിരിക്കുന്ന എന്തങ്ങോട്? ആ ചേച്ചിനെ പോലെ തന്നെ ഇരിക്കുന്നല്ലേ അവൻ. മെനകെട്ട ചെറുക്കനാണല്ലോ ദൈവമേ. പിടിച്ചാടാ? ഇല്ല ഇല്ല, ഉള്ളാന്തിപ്പോയി. ദൈവമേ, ഞാൻ വിചാരിച്ചു ഇടിച്ചെന്ന്. അവനെ പറ്റിയനെ അതാ ചേച്ചിയുടെ മോൻ. എടാ എന്തായി അവിടെ? എന്തായി? എന്താ ഞാൻ അവിടെ ചെന്ന് സീസാറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് മാറി. പിന്നെ ഈ പ്രായപൂർത്തിയായ രണ്ടുപേരും തമ്മിൽ തീരുമാനിച്ചൊരു കാര്യം. അതിനകത്ത് സർക്കാരിനും ആർക്കും ഗവൺമെന്റിന് ഇടപെടാൻ പറ്റില്ല, നിയമമുള്ളതല്ലേ. ആ കോമ്പൗണ്ടിനകത്ത് സീ കയറ്റിട്ടില്ല അവനെ. പിന്നെ പെണ്ണിന്റെ അച്ഛനും അമ്മയും ആ അപ്പൂടെ സാധനം കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. പെണ്ണിന്റെ അച്ഛനും അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവർക്ക് ഇതിനകത്ത് യാതൊരു ബന്ധമില്ലെങ്കിൽ മോളും ഇല്ലെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് അവർ പോയി. ഈ ചെറുക്കന്റെ കൂടെ കുറെ കൂട്ടുകാരന്മാരും പിന്നെ അവന്റെ അതിലൊരാൾ വക്കീലുണ്ടായിരുന്നു. അവിടെ എനിക്ക് ഇടപെടേണ്ടി വന്നില്ല. വക്കീലിനെയൊക്കെ കൊണ്ടുവന്നേച്ചേ. അമ്മ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നും കരച്ചിലായിരുന്നു അമ്മ. കരയായിരിക്കോ, എന്ത് ചെയ്യാനാ, ഓരോരുത്തരുടെ ഇഷ്ടം, അവരൊരു തീരുമാനം. എന്നാലും കഷ്ടമായിപ്പോയത് എൻ്റെ അളിയൻ്റെ കാര്യമാണ്. ഇന്നലെ ഉറക്കൊഴിഞ്ഞ കാര്യം, പിന്നെ അത് കഴിഞ്ഞ് കിട്ടേണ്ട എന്താണ് കമ്മീഷൻ, ഇതെല്ലാം പോയി കിട്ടിയില്ലേ. എന്നാലും മാമ ഒളിച്ചോണൊക്കെ ഇത്ര ഈസി ആണല്ലേ? ഒരു പ്രശ്നമില്ലല്ലോ. കുഴപ്പമുണ്ടാ? ഒളിച്ചോടിയ കുഴപ്പമുണ്ടാ? അല്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമാണ് ഇപ്പൊ ചന്തിക്ക് കിട്ടിയത്. പറയണം.